വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ ബോംബ് ഭീഷണി. അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിന്റെ വാർഷികത്തിൽ പ്രതികാരം ചെയ്യുമെന്നും സർവകലാശാലയിൽ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഭീഷണി. വൈസ് ചാൻസലർക്കും രജിസ്ട്രാർക്കും നിവേദ്യ എന്ന ഐഡിയിൽ നിന്നും ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം എത്തിയത്. സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തുകയാണ്. ആഷിഖ് റഹ്മാനോട്. ആഷിഖ്, പരിശോധന ആരംഭിച്ചോ? ഈ സന്ദേശത്തിന്റെ ഉറവിടം സംബന്ധിച്ച് എന്തെങ്കിലും സ്ഥിരീകരണങ്ങൾ വന്നിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? സേതുലക്ഷ്മി, ഇന്ന് രാവിലെയോടെയാണ് വൈസ് ചാൻസലർക്കും രജിസ്ട്രാർക്കും ഇമെയിൽ സന്ദേശം എത്തിയത്. എവിടെ നിന്നാണ് സന്ദേശം എത്തിയതെന്ന് വ്യക്തമല്ല. എന്തായാലും ഇത്തരത്തിൽ അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത് 2013 ഫെബ്രുവരി 8-നായിരുന്നു. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി മാസത്തിലേക്ക് കടക്കുന്നതിന് തന്നെയാണ് ഈ ഇമെയിൽ സന്ദേശം എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പൂക്കോട് വെറ്ററിനറി സർവകലാശാലയ്ക്ക് പുറമെ ചെന്നൈയിലെ അമേരിക്കൻ കോൺസുലേറ്റിനും ഇത്തരത്തിൽ വധഭീഷണിയുണ്ട് എന്ന് പറഞ്ഞ് രണ്ട് സ്ഥാപനത്തെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഇമെയിൽ സന്ദേശം വന്നിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഭീഷണി സന്ദേശം വന്നതിനെ തുടർന്ന് ഈ വൈത്തിരി പോലീസ് അടക്കം വന്ന് പരിശോധന നടത്തിയിട്ടുണ്ട്. പക്ഷേ അസ്വാഭാവികമായി എന്തെങ്കിലും പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകുന്നതെന്നാണ് രജിസ്ട്രാർ അടക്കം പ്രതികരിച്ചത്. സാധാരണ ഇത്തരത്തിൽ ബോംബ് ഭീഷണി ഇതുവരെ സ്ഥാപനത്തിനെതിരെ വന്നിട്ടില്ല. ഇത്തരത്തിൽ വെറ്ററിനറി സർവകലാശാലയിലെ രജിസ്ട്രാർക്കും VC-ക്കുമാണ് ഒരേ സമയം ഇമെയിൽ സന്ദേശം എത്തിയത്. എന്തായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നാണോ, ഏത് സമയത്താണ് ആഷിഖ് ഈ സന്ദേശം ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്? ഇന്ന് രാവിലെയാണ് ഇവർക്ക് സന്ദേശം എത്തിയതെന്നാണ് നമ്മളോട് വിശദീകരിച്ചത്. മറ്റു കാര്യങ്ങളൊന്നും അവർ പറയുന്നില്ല. ഇന്ന് രാവിലെ സന്ദേശം എത്തി. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് കൈമാറിയിട്ടുണ്ട്. അവരെല്ലാവരും ഈ ഒരു മാസം, അതായത് ഫെബ്രുവരി 8-നാണ് ഇയാളെ തൂക്കിലേറ്റിയത്. അതുകൊണ്ട് തന്നെ ഈ മാസം ഇന്ന് തന്നെ ഈ ബോംബ് ഭീഷണി ഉണ്ട് എന്ന തരത്തിലാണ് വന്നത്. അല്ല, നിലവിൽ പോലീസ് എത്തിയാണ് ഇതിൽ പരിശോധന നടത്തുന്നത്. ഇത്തരത്തിൽ നിരവധി വ്യാജ സന്ദേശങ്ങളെല്ലാം ഇത്തരത്തിൽ പല സമയത്തും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ പോലീസ് എത്തിയാണ് ഈ ഒരു പരിശോധന നടത്തുന്നത്. അവിടെ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ട്, അതിന്റെ വിശദാംശങ്ങളടക്കം അവർ ആ ഒരു ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഈ ബോംബ് സ്ഥാപിക്കാൻ വേണ്ടി വാങ്ങിയ സാധനങ്ങളടക്കം ചെന്നൈയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിയതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളെല്ലാം ഈ ഒരു ഭീഷണി സന്ദേശത്തിൽ പറയുന്നുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ ഇത്തരത്തിൽ നിരവധി ഭീഷണി സന്ദേശങ്ങൾ വരുന്നതിൽ തന്നെ പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. അതേസമയം ബോംബ് സ്ക്വാഡോ മറ്റ് പോലീസ് സേനാംഗങ്ങളോ എത്തി പരിശോധന ആരംഭിച്ചിട്ടില്ല നിലവിൽ. ഓക്കെ ആഷിഖ്. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലാണ് ബോംബ് ഭീഷണി.